തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇതിൽ ഒറ്റ ആളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പോറ്റിയത് സത്യാവസ്ഥ പോറ്റിക്കാൻ തീരുമല്ലോ. അപ്പൊ പിന്നെ മീഡിയ പൊതുജനം മൊത്തം അറിയത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, മീഡിയ ആണ് ഇവിടെ തുലാസിൽ വയ്ക്കുന്ന ഒരാൾ. അല്ല, അങ്ങനെയല്ല പോറ്റി. അപ്പൊ ഞാനൊരു ഇത് വയ്ക്കുന്ന കോടതിയല്ലേ. അതെ പോറ്റി, എന്നാലും അവിടെ വെച്ച് കൊടുത്തില്ല. അങ്ങനെയല്ല പോറ്റി. പോറ്റിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് മാധ്യമങ്ങളിൽ അറിയാൻ പറ്റത്തില്ല. എന്ത് പറയാനാണ് മാഷേ? അല്ല പോറ്റി, നമ്മളിപ്പോ നിങ്ങളെ കുറ്റപ്പെടുത്തിയ മറ്റൊന്നല്ല പോറ്റി പറയുന്നത്. എന്ന് വെച്ചാല് അല്ല, നിങ്ങൾ എന്നെ ഘോഷിക്കാൻ ഇനി ഒന്നുമില്ല. അല്ല, ഒരിക്കലും ഘോഷിക്കാനല്ല, ഇപ്പൊ പറഞ്ഞ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഞാൻ 52 വയസ്സായാണ്. ഈ നാട്ടില് എനിക്കൊരു ഐഡന്റിറ്റി ഉള്ളതാണ്. ഈ നിങ്ങൾക്ക് തകർക്കാൻ പറ്റുന്ന മുഴുവൻ തകർക്കും. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ വന്നിരിക്കുന്നതാണ്, ഇനി അടുത്ത് അവരെ തകർക്കണം. ഞാൻ എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. ഇപ്പോൾ കേട്ട വാക്കുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണ്. ശബരിമല സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി, ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ. പോറ്റി എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിനെ അല്ലെങ്കിൽ ഈശ്വരന്മാരെയൊക്കെ പൂജിക്കുന്ന വ്യക്തിയാണ്. പൂജാരി, പൂണൂലിട്ടവൻ. ഈ വടക്കൻ കേരളത്തിലൊക്കെ നമ്പൂതിരി എന്നൊക്കെ പറയുന്നത് പോലെ തെക്കൻ കേരളത്തിലോട്ട് പോയാൽ കുറേ പോറ്റിമാർ ഉണ്ട്. നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ടതാണ് ഇവിടെയുള്ളവർ. അവിടെയുള്ളത് ബ്രാഹ്മണരാണ്. അതല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പറയാട്ടോ, തീർച്ചയായും ബ്രാഹ്മണനാണെന്നാണ് നമ്മുടെ വിശ്വാസം. സ്വാഭാവികമായും ദൈവ ഭയമുള്ളവനായിരിക്കും. ബ്രാഹ്മണർ പൊതുവെ ശുദ്ധന്മാരായിരിക്കും. കാരണം ഒരു തരം കപടത്തരവും ചെയ്യാത്തവരാണെന്നാണ് നമ്മുടെ വിശ്വാസം. മുഴുവൻ സമയവും എല്ലാ സമയവും ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന, 3 നേരവും ദൈവങ്ങളെ പൂജിക്കുന്ന, പൂജ നടത്തുന്ന, ദൈവഭയമുള്ള, അല്ലെങ്കിൽ വളരെ ഒരു നിഷ്കളങ്കമായ മനസ്സുള്ള ഒരു വിഭാഗമാണ് ഈ നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ടവരെന്നാണ് നമ്മളൊക്കെ പൊതുവെ കരുതി വച്ചിരിക്കുന്നത്. ആണ് നമ്മൾ പലരെയും കണ്ടിട്ടുള്ളത്. പൊതുവെ അവരുടെ സംസാര രീതി, എന്തെങ്കിലും തരത്തിലുള്ള ഇടുകെട്ടിയായ വാക്കുകളൊന്നും അവർ പ്രയോഗിക്കാറേയില്ല. നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അത്തരക്കാരിൽ ഒരാളായിട്ടേ നമുക്ക് തോന്നുള്ളൂ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, എന്നെ പറ്റിച്ചവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കുടുങ്ങും. അപ്പം നമുക്കറിയാം, 10 പേരുള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയിരിക്കുന്ന, ദേവസ്വം വിജിലൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഇനിയും 4-5 പേര് കൂടി ഉണ്ട് എന്ന് SITയുടെ മുമ്പാകെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പേര് വെളിപ്പെടുത്തി എന്നാണ് പുറത്തു വരുന്ന മാധ്യമ വാർത്തകൾ. അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഒരു കഥ പറയാൻ ഞാൻ. അതിനു മുമ്പ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന സംഭവ വികാസങ്ങളെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വിശകലനം ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് സ്പേസ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തോ? എന്നാൽ ഓക്കെ, നമുക്ക് തുടരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു കഥയെ പറ്റിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, താത്രിക്കുട്ടിയുടെ കഥ. താത്രിക്കുട്ടി നമ്പൂതിരി വിഭാഗത്തിലെ ഒരു സ്ത്രീയായിരുന്നു. 1905 ആ കാലഘട്ടം, ഒരു 100-120 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. യഥാർത്ഥത്തിലും ഉണ്ടായ ഒരു കഥയാണ് കേട്ടോ. മൂത്ത കാരണവർക്ക് മാത്രമേ കല്യാണം കഴിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം തന്നെ സംബന്ധം എന്ന് പറഞ്ഞാൽ മറ്റ് ജാതികളിൽ, ഉന്നത കുലജാതികളിൽ കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹരിജനങ്ങളോ മറ്റുള്ളവിടത്തൊന്നുമല്ല, ഉന്നത വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളിൽ തന്നെ മറ്റ് വിഭാഗങ്ങളെ ഈ കല്യാണം കഴിക്കുന്നതല്ല പറയുക, സംബന്ധം കൂടുകയാണ് ചെയ്യുക. അതിൽ മക്കളുണ്ടാവും, അങ്ങനെ കുടുംബം ഉണ്ടാവും. അവിടെ പോയി അതിൽ പ്രത്യേകിച്ച് ഇവർക്ക് വലിയ അധികാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്പൂതിരി സ്ത്രീ, ഈ താത്രിക്കുട്ടി തൻ്റെ 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുകയും 60 വയസ്സുള്ള ഒരു നമ്പൂതിരിയെ കല്യാണം കഴിക്കേണ്ടി വരികയും അതിനനുസരിച്ചിട്ടുണ്ടാവുന്ന ഒരു സംഭവങ്ങളുമാണ്. താത്രിക്കുട്ടി ഒരു വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ തീരുമാനിക്കുന്നു. ഒരു വലിയ വിപ്ലവത്തിന് വേണ്ടി അവർ തയ്യാറെടുക്കുകയാണ്. കാരണം വളരെ ചെറുപ്പത്തിലെ കല്യാണം, ഒരു വയസ്സായ ഒരു നമ്പൂതിരിയെ കല്യാണം കഴിക്കേണ്ടി വന്ന ദുര്യോഗം ഓർത്ത് അവർ വ്യഭിചാരത്തിന് ഇറങ്ങുകയാണ്. സ്മാർത്ത വിചാരം എന്ന് പറഞ്ഞാൽ കോടതിക്ക് തുല്യമായ ഒരു വിചാരണ നടക്കുകയാണ്. അപ്പോൾ ആ സ്മാർത്ത വിചാരം എന്നാ പറയുക. ആ സ്മാർത്ത വിചാരത്തിൽ ഈ താത്രിക്കുട്ടി ഈ സമൂഹത്തിൽ പലരുടെയും പേര് പറയാൻ തുടങ്ങി. ഈ താത്രിക്കുട്ടിയായി ബന്ധപ്പെട്ടവരെ ആദ്യത്തെ കുറേ പേരുകൾ കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. എത്രയോ രാജാവാണ് അത് കേൾക്കുന്നത്. അതോടുകൂടെ ആ സ്മാർത്ത വിചാരം നിർത്തിവെക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. ഇത് എന്തിനായി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു കഥാപാത്രത്തിനോട് നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിലെ
ഈ സ്വർണ്ണപ്പാളി കട്ടുകൊണ്ടുപോയി പങ്കുവെച്ചത് ആരൊക്കെയാണെന്ന് അവരുടെ പേരുകൾ നമ്മുടെ SITയോട് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ പറഞ്ഞു കാണുമോ എന്ന് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ഓരോരുത്തരും ഞെട്ടുന്നുണ്ട്. ഒരു 10 പേരുടെ ലിസ്റ്റ് നമുക്കുണ്ട്. ബാക്കിയുള്ള ഈ 5-6 പേര് ആരാണെന്നുള്ളത് അവർക്കറിയാമായിരിക്കുമല്ലോ. അവർക്ക് ഉറക്കം കിട്ടുന്നുണ്ടാവില്ല ഈ ദിവസങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ആ പേരുകൾ? ഏതാണ്ടൊന്ന് സങ്കല്പിച്ച് നോക്കൂ ആരൊക്കെ ആയിരിക്കും എന്നുള്ളത്. എന്തായാലും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ചിലരായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പുറമേ നിന്നുള്ള 1-2 പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും പറയുന്ന 2 പേരുകൾ കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ്. അവരെയൊക്കെ ഉടനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതല്ലാതെയും ചില പേരുകൾ ഈ പോറ്റിയവർ, പോറ്റി പറ്റിച്ചതെടുത്ത് പോറ്റിയവർ, അപ്പോൾ ആ പോറ്റിയുടെ പങ്ക് പറ്റിയവർ ആരൊക്കെയാണെന്ന് അറിയാനായിട്ട് കാത്തു നിൽക്കുകയാണ് അയ്യപ്പ ഭക്തന്മാർ. സത്യത്തിൽ അയ്യപ്പൻ നടുങ്ങി നിൽക്കുകയാണ്. തൻ്റെ വിശ്വാസികളാണ്. അതിപ്പോൾ വിശ്വാസം എങ്ങനെയെന്ന് വെച്ചാൽ കോൺഗ്രസ് വിശ്വാസികൾ, BJP വിശ്വാസികൾ, CPM വിശ്വാസികൾ, ഇങ്ങനെ രാഷ്ട്രീയം തിരിഞ്ഞ് തൻ്റെ വിശ്വാസികളാകെ സംഘടിച്ച് നിൽക്കുകയാണ് കേരളത്തിൽ. അങ്ങനെ അയ്യപ്പനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തുന്ന പേരുകൾ അതൊക്കെയായിരിക്കും എന്നുള്ളത് കാതോർത്തിരിക്കുകയാണ് മലയാളികൾ. ഞെട്ടാനുള്ള സാധ്യത വളരെയധികമുണ്ട്. കാരണം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, എന്തൊക്കെ ഇത് പറഞ്ഞാലും ഇത് ഉദ്യോഗസ്ഥരിൽ മാത്രം നിലനിൽക്കുന്നതല്ല. കാരണം അത് കാത്തു സംരക്ഷിക്കേണ്ട ഒരു ഭരണവർഗം അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് മന്ത്രിയുണ്ട്, അതിൻ്റെ താഴെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുണ്ട്, മറ്റ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അവർക്കിതൊന്നും അറിയില്ല, എല്ലാം ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് കൈ കഴുകി നിൽക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. തങ്ങൾക്കത് മനസ്സിലായില്ല, ഇവർ കള്ളന്മാരാണെന്ന് മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നെങ്കിലും തുറന്നു പറയാനുള്ള ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞ പേരുകളിൽ ചിലത് നിങ്ങളുടേതുമായിരിക്കുമെന്ന് ഇവിടുത്തെ ജനം വിശ്വാസികളെ പറ്റിയല്ല കേട്ടോ പറയുന്നു, വിശ്വാസികൾക്കപ്പുറം. കാരണം ഇത് ഒരു പൊതുസ്വത്താണ്. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം തത്വമസിയാണ് എന്ന് പറഞ്ഞാൽ അത് നെയ്യാകുന്നു. ദൈവവും ഭക്തനും തമ്മിൽ ഒരു വേർതിരിവില്ലാത്ത മനോഹരമായ സങ്കല്പമാണ് ശബരിമലയിലേത്. മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. നീ തന്നെയാണ് ദൈവം. ഓരോ മനുഷ്യനും ദൈവമാണ്. ആ മനുഷ്യന് മേലെ മറ്റൊരു ദൈവമില്ല എന്നാണ് പറയുന്നത്. ഓരോരുത്തരും അയ്യപ്പനാണ്, സ്വാമിയാണ്. അയ്യപ്പ എന്നാണ് വിളിക്കുന്നത്, സ്വാമി എന്നാണ് വിളിക്കുന്നത്. ഓരോ വിശ്വാസിയെയും അത് വേറെ എവിടെയും കാണില്ല. ഇപ്പോൾ ഗുരുവായൂരിലേക്ക് പോകുന്ന ഒരു ഭക്തനെ ഗുരുവായൂരപ്പ കൃഷ്ണ എന്ന് വിളിക്കാറില്ല ആരും. പക്ഷെ ശബരിമലയ്ക്ക് പോകുന്ന ഓരോരുത്തരെയും നമ്മൾ വിളിക്കുന്നത് സ്വാമി, അയ്യപ്പ എന്ന് മാത്രമാണ് വിളിക്കുന്നത്. മാളികപ്പുറത്തമ്മയെ വിളിക്കുന്നത് എന്താണ്? മാളികപ്പുറമേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ വ്യത്യാസങ്ങളില്ല എന്ന അതിമനോഹരമായ സങ്കല്പത്തിൻ്റെ ഏറ്റവും മഹത്തായ രൂപമാണ് ശബരിമലയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കുക, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് ഈ കാര്യത്തിൽ സത്യമാകുകയാണ്. സത്യം എത്ര കാലം മൂടി വെച്ചാലും ഒരു നാൾ അത് പുറത്തു വരും എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് രണ്ടും ഇവിടെ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.